70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി അല്പസമയത്തിനകം തുടങ്ങും. അല്പസമയത്തിനകം ചെറുവള്ളങ്ങളുടെ മത്സരം നടക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ്. പുന്നമടക്കായൽ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. അവസാനവട്ട ഒരുക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും എല്ലാം തയ്യാറാക്കുന്നതിനുമുള്ള സ്പീഡ് ബോട്ട് ഉൾപ്പെടെയുള്ള വള്ളങ്ങളാണ് നമുക്കിവിടെ വെള്ളത്തിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കാണികൾ ഏതാണ്ട് ഈ തണലുള്ള ഭാഗത്തെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിദേശത്തു നിന്നുൾപ്പെടെ നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിരവധി ചെറുപ്പക്കാർ പാട്ടുപാടുന്നത് നമുക്ക് കാണാം, ആസ്വദിക്കുന്നത് കാണാം. എങ്ങനെയുണ്ട് ഇത്തവണ? അടിപൊളി. നമ്മൾ കപ്പ കൊണ്ട് കാഴ്ചയിലേക്ക് പോകും. ഞങ്ങൾ 16ാമത്തെ നെഹ്റു ട്രോഫിയാണ്. ഞങ്ങൾ 15 വട്ടം ഈ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി 15 വട്ടം നെഹ്റു ട്രോഫി എടുത്ത വെള്ളം കാഴ്ചവെള്ളം മാത്രമേ ഉള്ളൂ. 16ാമത്തെ നെഹ്റു ട്രോഫി കൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം കണ്ടല്ലോ അല്ലേ, ഇത് കാരിച്ചാലാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ടീമിൻ്റെയും ആളുകൾ ഇങ്ങനെ ആവേശം തീർക്കും. ഇതൊന്നുമായില്ല. ഇതിൻ്റെ ഇവിടെ എത്തുന്ന കാണികളുടെ ഒരു 1% പോലും ആയില്ല എന്നുള്ളതാണ്. നിറഞ്ഞ കവിയും ആളുകൾ എന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ഇത്തവണ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചതാണല്ലേ? അതെ. തിരിച്ചു വന്നതിൻ്റെ ആവേശമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്താവും ഇത്തവണത്തെ മത്സരം? എന്താവും? ഭയങ്കര ആളായിരിക്കും, നല്ല ഇതായിരിക്കും, ആവേശം. എന്തിനാ ഇത്ര രാവിലെ ഇവിടെ വന്നിരിക്കേണ്ട കാര്യം? രാവിലെ സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ കൊല്ലം അത് തന്നെ എല്ലാ കൊല്ലം വരും. ഇതാണ് വള്ളംകളിയുടെ ആവേശം എന്ന് പറയുന്നത്. ഇതാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തി ആളുകൾ, മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ളവർ ഇന്നലെ എത്തിയ കാഴ്ച നമ്മളിവിടെ കണ്ടു. വിദേശത്തു നിന്നുൾപ്പെടെയുള്ളവർ നിരവധി പേരാണ് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെയുള്ള ഹൗസ് ബോട്ടുകളിലെല്ലാം ആളുകൾ, ഒരുപാട് പേർ ഹൗസ് ബോട്ടിലും മറ്റുമായി നിൽക്കുന്നു. ഇതാണ് ഉദ്ഘാടനം നടക്കുന്ന വേദി. ഇവിടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. ഉച്ചയ്ക്ക് 2 മണി കഴിയുമ്പോൾ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടന്നു തുടങ്ങും. വൈകിട്ട് 5 മണിക്കാണ് ഫൈനൽ മത്സരം നടക്കുക. ആകെ 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 76 വള്ളങ്ങളാണ് ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മത്സരിക്കുന്നത്. ഏറ്റവും ആവേശകരമായ മത്സരങ്ങളായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. കാരണം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച വള്ളംകളി പിന്നീട് ഉണ്ടാകില്ല എന്നുള്ള ഘട്ടത്തിലാണ് ഇങ്ങനൊരു വള്ളംകളിയിലേക്ക് നീങ്ങുന്നത്. അതായത് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് പണം നീക്കി വെക്കുകയും വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി നടത്താതിരിക്കുകയും ചെയ്ത സാഹചര്യം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതോടുകൂടിയാണ് അത് വലിയ വിവാദമാവുകയും മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ഒടുവിൽ റിപ്പോർട്ടറിലൂടെ തന്നെ 1 കോടി രൂപയുടെ ധനസഹായം മന്ത്രി റിയാസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വള്ളംകളിയിൽ റിപ്പോർട്ടറിനും വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. വലിയ സംവിധാനങ്ങളോടെയാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യയോടുകൂടി നിരവധി റിപ്പോർട്ടർമാർ കരയിലും വെള്ളത്തിലുമെല്ലാമായി വള്ളംകളിയുടെ എല്ലാ ആവേശവും ഇവിടെ ഇവിടെ എത്തിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ? തകർപ്പൻ പരിപാടിയാണ്. ഒരു വള്ളംകളി പാട്ട് പാടാവോ? വള്ളംകളി പാട്ട് ചെറുത് പാടാം. പെട്ടെന്നാകട്ടെ. കുട്ടനാടു ജയിക്കണം, കുട്ടനാടു ജയിക്കണം, കീർത്തി നാട്ടിൽ പരക്കേണം. ഇതന്നെയാണ്, അതായത് ഇവിടെ വരുന്ന ഓരോ ആളുകളും ആവേശത്തിൻ്റെ അങ്ങേ അറ്റത്തിലാണ്. വള്ളംകളി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. അതുകൊണ്ട് തന്നെ ഈ വള്ളംകളി മാറ്റിവെച്ചു, ഇത്തവണ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഓരോ ആലപ്പുഴക്കാരനും. അത് കുട്ടനാട്ടുകാരൻ മാത്രമല്ല, ഒരു നാടിൻ്റെ വലിയ വികാരമാണ്. അതിൻ്റെ എല്ലാ ആവേശവും ഇത്തവണത്തെ വള്ളംകളിയിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതിനുവേണ്ടി റിപ്പോർട്ടർ വാർത്താ സംഘവും തയ്യാറായി കഴിഞ്ഞു.